Good morning, students. In last class, we discussed about measures of central tendency. So what do you mean by measure of central tendency? It is a single value that represents the entire data. And which are the most commonly used measures of central tendency? Arithmetic mean, median and mode. കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്തമെറ്റിക് മീൻ ഡെഫിനിഷനും അതിൻ്റെ പ്രോബ്ലംസ് ഡിഫറെൻറ്റ് സീരീസിലുള്ള പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ വാട്ട് യു മീൻ ബൈ മീഡിയൻ എന്താണെന്നും അതിൻ്റെ ഓരോ സീരീസിലുള്ള പ്രോബ്ലംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി മൂവ് ഓൺ ടു അവർ ക്ലാസ്. മീഡിയൻ, വാട്ട് യു മീൻ ബൈ മീഡിയൻ? Median refers to the middle value in a distribution. Median means middle value. Median എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മിഡിൽ വാല്യൂ ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ പൊസിഷണൽ ആവറേജ് ആൻഡ് ഇറ്റ് സ്പ്ലിറ്റ്സ് ദ ഒബ്സർവേഷൻസ് ഇൻ ടു 2 ഹാഫ്സ്. ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മിഡിൽ വാല്യൂ ആണ് മീഡിയൻ എങ്കിൽ ആ മിഡിൽ വാല്യൂ ആ ഡിസ്ട്രിബ്യൂഷനിലെ നമ്പേഴ്സിനെ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത് മാറ്റുന്നു. So median means middle value. It is also known as positional average and it splits the observations into 2 equal halves. Okay. Then ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ഓരോ സീരീസിലും നമുക്കറിയാം 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീരീസ് ഉണ്ട്. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. ഈ ഓരോ സീരീസിലും മീഡിയൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ സീരീസ് എന്താണ്? ഇൻഡിവിജ്വൽ സീരീസ് എന്ന് നമുക്കറിയാം. എന്താ തന്നിരിക്കുന്ന വാല്യൂസ്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് പർട്ടിക്കുലർ വാല്യൂസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നു, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മീഡിയൻ ഈസ് ഈക്വൽ ടു size of n plus 1 by 2th item. Median equal to size of n plus 1 by 2th item. n plus 1 by 2th ഐറ്റത്തിൻ്റെ സൈസിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് വിളിക്കുന്നത്. സോ ഫസ്റ്റ് അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് അറേഞ്ച് ഡേറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. തന്നിരിക്കുന്ന ഡേറ്റയെ അസെൻഡിങ്ങിലോ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. ജനറലായിട്ട് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നെങ്കിലും ഈസി ആയിട്ട് പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് അസെൻഡിങ് ഓർഡർ തന്നെയാണ്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ അറേഞ്ച് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. Example, given data values are 6, 8, 10, 4, 2, 14, 12. ഇതാണ് തന്നിരിക്കുന്ന ഡേറ്റ. ഫൈൻഡ് മീഡിയൻ. ഇതാണ് ക്വസ്റ്റ്യൻ, അല്ലേ? നോക്കിയേ, തന്നിരിക്കുന്ന വാല്യൂസ് 6, 8, 10 അങ്ങനെ പർട്ടിക്കുലർ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് എ ഇൻഡിവിജ്വൽ സീരീസ്. തന്നിരിക്കുന്ന വാല്യൂസ് പർട്ടിക്കുലർ വാല്യൂസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് വിളിക്കുന്നു. ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇൻഡിവിജ്വൽ സീരീസിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. 7 നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. സോ ഹിയർ n ഈസ് ഈക്വൽ ടു 7. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ്? 7. 7 യു നോ ദാറ്റ് 7 ഈസ് ആൻ ഓഡ് നമ്പർ. 7 എന്ന് പറഞ്ഞൊരു ഒറ്റ സംഖ്യയാണ്, അല്ലേ? സോ ഹൗ ടു ഫൈൻഡ് മീഡിയൻ ഇഫ് n ഈസ് ഓഡ്? എന്നിൻ്റെ വാല്യൂ ഓഡ് നമ്പർ ആയാൽ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡേറ്റ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതണം. സോ അസെൻഡിങ് ഓർഡർ ഓഫ് ദിസ് ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ 2, 4, 6, 8, 10, 12, 14 തന്നിരിക്കുന്ന നമ്പറിനെ അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതി. ഇനി നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 7 ആണ്. 7 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. സോ നിങ്ങൾ വാല്യൂസിലേക്ക് നോക്കിയേ, ഇതിൻ്റെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് 2, 4, 6. ഇവിടെ 10, 12, 14, അല്ലേ? സോ ഹിയർ ദർ ഈസ് ഓൺലി 1 മിഡിൽ വാല്യൂ 8, അല്ലേ? ഇവിടെ ഒരേ ഒരു മിഡിൽ വാല്യൂ ഉണ്ടാകൂ 8 എന്നുള്ളത്. ഇനി അത് ഇക്വേഷൻ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, ഇതിപ്പോൾ ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മിഡിൽ വാല്യൂ കണ്ടുപിടിക്കും. കുറച്ചധികം നമ്പേഴ്സ് വരുമ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നമുക്ക് മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യണം, അല്ലേ? സോ മീഡിയൻ അല്ലെങ്കിൽ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? സൈസ് ഓഫ് n plus 1 by 2th item. സോ വിച്ച് ഈസ് ഈക്വൽ ടു n നമ്മൾ പറഞ്ഞു എത്രയാണ്? 7 നമ്പേഴ്സ്, അല്ലേ? എത്ര വാല്യൂസ് ഉണ്ട്? 7 നമ്പേഴ്സ്. സോ 7 plus 1 whole by 2th item. 7 plus 1 എത്രയാണ്? 8. 8 by 2. 8 by 2 is equal to 4. So
4 അല്ല അതിൻ്റെ മിഡിൽ വാല്യൂ, ഫോർത്ത് ഐറ്റം മീൻസ് എന്താണ്, തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർത്ത് ഐറ്റം 1 2 3 4, ഫോർത്ത് ഐറ്റം ഈസ് 8. സോ ദ മീഡിയൻ ഈസ് ഈക്വൽ ടു 8. സോ ഇഫ് n ഈസ് ഓഡ്, മീഡിയൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. n+1/2 ഇക്വേഷനിലോട്ട് എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ല മീഡിയൻ, അതെന്ന് പറഞ്ഞാൽ ഐറ്റത്തെയാണ് നമ്മൾ അവിടുത്തെ മീഡിയനായിട്ട് കണക്കാക്കുന്നത്. നൗ സെക്കൻഡ് കേസ്, ഇഫ് n ഈസ് ഈവൻ, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈവൻ ആയാൽ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഗിവൺ വാല്യൂസ് ആർ 14, 7, 24, 42, 8, 17, 15 and 28. ഹിയർ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ഇവിടുത്തെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 8 നമ്പേഴ്സാണ് വരുന്നത്. വി നോ ദാറ്റ് 8 ഈസ് ആൻ ഈവൻ നമ്പർ. 8 ഒരു ഈവൻ നമ്പറാണ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ അസെൻഡിങ് ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ 7, 8, 14, 15, 17, 24, 28, 42 ഇതിൻ്റെ മിഡിലായിട്ട് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 15 and 17. 2 നമ്പേഴ്സ് അവിടെ മിഡിൽ നമ്പറായിട്ട് വരും. ഓഡ് നമ്പറിൻ്റെ കേസിൽ നമ്മൾ നോക്കിയപ്പോൾ ഒരേ ഒരു നമ്പർ മാത്രമേ മിഡിൽ ഐറ്റമായിട്ട് വന്നുള്ളൂ. എന്നാൽ ഈവൻ നമ്പറുള്ള കേസിൽ 2 വാല്യൂസ് മിഡിൽ നമ്പറായിട്ട് വരുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീഡിയൻ എന്തായിരിക്കും? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആവറേജ് ഓഫ് ദാറ്റ് 2 നമ്പേഴ്സ്. ആ 2 നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അതായത് ഇവിടുത്തെ മിഡിൽ വാല്യൂസ് 15 and 17, 2 നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 15 + 17 ഡിവൈഡഡ് ബൈ 2. 15 + 17 is 32, divided by 2 is answer 16. ഇനി അതെങ്ങനെയാണ് ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ പഠിച്ചു മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സൈസ് ഓഫ് n+1/2 ഐറ്റം. സോ മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2 ഐറ്റം. n ഈസ് 8, എന്നിൻ്റെ വാല്യൂ 8 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് n ഈസ് ഈക്വൽ ടു 8. 8+1/2 ഐറ്റം. 8+1 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 ഡിവൈഡഡ് ബൈ 2. 9 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 4.5. ഒരു ഡെസിമൽ നമ്പറാണ് കിട്ടുന്നത്. ഓഡ് നമ്പറിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയത് എന്താണ്? ഒരു ഇൻഡിവിജ്വൽ നമ്പർ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടിയിരുന്നത്. ഇവിടെ ഒരു ഡെസിമൽ നമ്പറാണ് വരുന്നത്. 4.5 ഐറ്റം. സോ 4.5 ഈസ് ഇൻ ബിറ്റ്വീൻ 4 and 5. 4.5 എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പർ ഏതൊക്കെ നമ്പേഴ്സിനിടയിലാണ്? ഹോൾ നമ്പേഴ്സിനിടയിലാണ് 4 and 5. So we have to find out the 4th item and 5th item. അവിടുത്തെ 4th ഐറ്റവും 5th ഐറ്റവും കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ഡേറ്റയെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് വേണം 4th ഐറ്റവും 5th ഐറ്റവും കണ്ടുപിടിക്കുക. ഇവിടുത്തെ 4th ഐറ്റം എന്ന് പറഞ്ഞാൽ 15 ആൻഡ് 5th ഐറ്റം എന്ന് പറഞ്ഞാൽ 17. സോ ആ നമ്പേഴ്സിൻ്റെ ആവറേജ് 15 + 17 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 32/2 ഈസ് ഈക്വൽ ടു 16. So median is equal to 60. So മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സീരീസിൽ സൈസ് ഓഫ് n+1/2 ഐറ്റമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ഡേറ്റ് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അസെൻഡിങ് ഓർഡർ തന്നെ എഴുതുക. ആൻഡ് ഇഫ് n ഈസ് ഓഡ്, എന്നിൻ്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ there is only one middle value. അവിടെ ഒരേ ഒരു മിഡിൽ വാല്യൂ ഉണ്ടാകുകയുള്ളൂ. ആൻഡ് ഇഫ് n ഈസ് ഈവൻ there are 2 middle values. 2 മിഡിൽ വാല്യൂസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ മിഡിൽ വാല്യൂസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ്, ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. As an example, find the value of median. Income 100, 140, 75, 200, 260, 190. And number of persons 24, 25, 15, 26, 30. ഇതാണ് ക്വസ്റ്റ്യൻ. മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അത് ഏത് സീരീസ് ആണ്. ഇവിടെ എക്സ് വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ഉണ്ട്. സോ ദിസ് ഈസ് എ ഡിസ്ക്രീറ്റ് സീരീസ്. ഒരു ഡിസ്ക്രീറ്റ് സീരീസ് ആണിത് അല്ലേ. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലും ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിലും മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സൈസ് ഓഫ് n+1/2 ഐറ്റം തന്നെയാണ്. ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണ് ഡിസ്ക്രീറ്റ് സീരീസിലും യൂസ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഫസ്റ്റ് ഡേറ്റ അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. തന്നിരിക്കുന്ന ഡേറ്റയെ അസെൻഡിങ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതുക. ഇനി ഇൻഡിവിജ്വൽ സീരീസിൽ നിന്ന് ഇവിടെയുള്ള ഡിഫറൻസ് എന്താ? എക്സ് വാല്യൂസിനോടൊപ്പം കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫ്രീക്വൻസീസും കൂടെ ഉണ്ട് അല്ലേ? സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസീസ് ഹിയർ. ഇവിടെ ഫ്രീക്വൻസി ഉണ്ടായതുകൊണ്ട് മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്കതിൻ്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് കോളം നമ്മൾ അസെൻഡിങ് ഓർഡർ തന്നിരിക്കുന്ന ഡേറ്റ ഇൻകം എന്നുള്ള കോളം അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. 75, 100, 140, 190, 200, 260 അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി സെക്കൻഡ് കോളത്തിൽ ഫില്ല് ചെയ്തു. ഇനി അതിൻ്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് കോളം ഫസ്റ്റ് ഫ്രീക്വൻസി 15 സെയിം അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് വാല്യൂ ആയിട്ട് എഴുതി 15 തന്നെ എഴുതി. ഇനി 15 എന്നുള്ള ഫ്രീക്വൻസിയോടൊപ്പം സെക്കൻഡ് ഫ്രീക്വൻസിയായി 24 ആഡ് ചെയ്യുന്നു. 15 പ്ലസ് 24 we get 39. Now add 39 and 25. 39 plus 25 64 and 64 plus 30 94. 94 plus 20 114. 114 plus 6 120. So 120 the total number of observations equal to 120. ഇങ്ങനെയാണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ഫ്രീക്വൻസി അതുപോലെ എഴുതുന്നു. അതിനുശേഷം ഓരോ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി നെക്സ്റ്റ് ഫ്രീക്വൻസിയോടുകൂടി ആഡ് ചെയ്ത് എഴുതിയാൽ നമുക്ക് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളം ഫില്ല് ചെയ്യും. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ടോട്ടൽ ലാസ്റ്റ് നമ്പർ 120 എന്നുള്ളത് ഇവിടുത്തെ ടോട്ടൽ എന്നിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഡിസ്ക്രീറ്റ് കേസിൽ ഫസ്റ്റ് ഡേറ്റയെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതി. അതിനുശേഷം സെക്കൻഡ് കോളം ഫ്രീക്വൻസി ദെൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n പ്ലസ് 1/2th ഐറ്റം വിച്ച് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് എന്നിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 120. സോ 120 പ്ലസ് 1/2th ഐറ്റം വിച്ച് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് 120 പ്ലസ് 1 ഈസ് 121/2 വിച്ച് ഈസ് ഈക്വൽ ടു 121 ഡിവൈഡഡ് ബൈ 2 60.5. ഇവിടെ ഒരു ഡെസിമൽ നമ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? 60.5. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇവിടുത്തെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളത്തിൽ ഏത് വാല്യൂയിലാണോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാം. 60.5 എന്നുള്ള വാല്യൂ ഇവിടുത്തെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 64 എന്നുള്ള വാല്യൂവിനകത്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ 60.5 ഈസ് ഇൻക്ലൂഡഡ് ഇൻ 64. 64നകത്താണ് 60.5 എന്നുള്ള വാല്യൂ വന്നിരിക്കുന്നത്. സോ അവർ മീഡിയൻ ഈസ് കറസ്പോണ്ടിങ് ടു ദിസ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഈ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആയിരിക്കും. ഇവിടെ 64ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ഏതാണ്? 140. സോ മീഡിയൻ ഈസ് ഈക്വൽ ടു 140. ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് തന്നിരിക്കുന്ന ഡേറ്റ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എഴുതിയിട്ട് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഇനി കിട്ടുന്ന വാല്യൂ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മീഡിയൻ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി സൈസ് ഓഫ് n പ്ലസ് 1/2th ഐറ്റം എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കിട്ടുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിൻ്റെ സൈസ് അതായത് 60.5 എന്നുള്ള വാല്യൂ ആണെങ്കിൽ ആ വാല്യൂ ഏത് നമ്പറിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അതായത് ഇവിടെ കിട്ടുന്ന നമ്പറിന് ഗ്രേറ്റർ ആയിട്ട് വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. ഇതിന് തൊട്ട് മുകളിലേക്ക് വരുന്ന നമ്പർ ഏതാണ്? 60.5ൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ 64 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 64ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. സോ മീഡിയൻ ഈസ് ഈക്വൽ ടു 140. Okay, now third case, how to find median in continuous series. Continuous സീരീസിൽ മീഡിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും മീഡിയൻ കണ്ടുപിടിക്കാൻ സൈസ് ഓഫ് n പ്ലസ് 1/2th ഐറ്റം എന്നുള്ളതായിരുന്നു ഇക്വേഷൻ. എന്നാൽ കണ്ടിന്യൂസ് സീരീസിലെ ഇക്വേഷൻ ഡിഫറെൻ്റ് ആണ്. മീഡിയൻ ഈസ് ഈക്വൽ ടു
L plus n by 2 minus CF by F into H. എന്താണ് ഈ ടേംസ്? L n by 2 CF F into H. ഓരോ ടേംസ് നോക്കാം. L എന്ന് പറഞ്ഞാൽ what is L? L denotes the lower limit of the median class. മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് ആണ്. എന്താണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്? സൈസ് ഓഫ് n by 2 ഐറ്റം ഇൻക്ലൂഡഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് സീരീസിലും n+1/2 ഐറ്റമാണ്, അതിൻ്റെ സൈസാണ് മീഡിയൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സൈസ് ഓഫ് n/2 ഐറ്റം. n/2 ഐറ്റം ശ്രദ്ധിക്കാം, ഇവിടെ കണ്ടിന്യൂസ് സീരീസിൽ n/2 ഐറ്റത്തിലാണ് മീഡിയൻ ക്ലാസ് അല്ലെങ്കിൽ മീഡിയൻ വാല്യൂ ഇൻക്ലൂഡ് ചെയ്യുന്നത്. Then CF എന്ന് പറഞ്ഞാൽ എന്താ? CF means cumulative frequency of the class just preceding the median class. മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുന്നിലായിട്ട്, ജസ്റ്റ് പ്രിസീഡിങ് തൊട്ട് മുന്നിലായിട്ട് വരുന്ന ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് CF എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. നൗ F എന്ന് പറഞ്ഞാൽ എന്താണ്? F means frequency of the median class. മീഡിയൻ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് F എന്ന് പറയുന്നത്. And H denotes the class interval of the median class. H എന്ന് പറഞ്ഞാൽ median classൻ്റെ class interval. As an example, calculate median from the following data. തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് median calculate ചെയ്യുക. Question: class 5 to 9, 10 to 14, 15 to 19, 20 to 24, etc. and given frequencies 8, 12, 23, 12, 7, 5 and 3. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ക്ലാസ്സസ് അല്ലെങ്കിൽ എക്സ് വാല്യൂസ് ഒരു ക്ലാസ് ഇൻ്റർവെൽസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ വി നോ ദാറ്റ് ഇഫ് ദ വാല്യൂസ് ആർ ഇൻ ക്ലാസ് ഇൻ്റർവെൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സീരീസ്. തന്നിരിക്കുന്ന വാല്യൂസ് ക്ലാസ് ഇൻ്റർവെല്ലാണെങ്കിൽ അതൊരു കണ്ടിന്യൂസ് സീരീസ് ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവെല്ലിലെ വാല്യൂസിലേക്ക് നോക്കുക. അത് ഇൻക്ലൂസീവ് ഫോമാണോ എക്സ്ക്ലൂസീവ് മെത്തേഡാണോ എന്ന്. നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ അത് എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ 5, 9, 10, 14 ഇവിടെ ഇൻക്ലൂസീവ് ഫോമിലാണ് ക്ലാസ് വാല്യൂസ് തന്നിരിക്കുന്നത് അല്ലേ. സോ ഇതിനെ എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? അതിൻ്റെ ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യുക, അപ്പർ ലിമിറ്റിനോടുകൂടി 0.5 ആഡ് ചെയ്യുക. സോ ഫസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്ത് എക്സ്ക്ലൂസീവ് ഫോമിലോട്ട് ചേഞ്ച് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് കോളം ക്ലാസ് എന്നെഴുതി ഇൻക്ലൂസീവ് ഫോമിനെ എക്സ്ക്ലൂസീവിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്തു. 5ൽ നിന്ന് 0.5 പോയാൽ 4.5 ആൻഡ് അപ്പർ ലിമിറ്റ് 9ൻ്റെ കൂടെ 0.5 ആഡ് ചെയ്താൽ 9.5. സോ ഫസ്റ്റ് ക്ലാസ് ചേഞ്ചസ് ടു 4.5 to 9.5, സെക്കൻഡ് ക്ലാസ് 9.5 to 14.5. ഓരോ ക്ലാസ്സിലെ ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്ത് അപ്പർ ലിമിറ്റിനോട് കൂടി 0.5 ആഡ് ചെയ്താൽ ഫസ്റ്റ് കോളം ഫില്ല് ചെയ്യാം. അതായത് ഇൻക്ലൂസീവ് ഫോമിനെ കൺവേർട്ട് ചെയ്ത് എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് മാറ്റാം. എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം മീഡിയൻ കണ്ടുപിടിക്കാൻ. സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ കോളം 8, 12, 23, 12, 7, 5, 3. ഓക്കെ. ദെൻ തേർഡ് കോളം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 8, 20, 43 ആഡ് ചെയ്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ആൻഡ് ടോട്ടൽ n ഈസ് ഈക്വൽ ടു സിഗ്മ എഫ്. എഫിൻ്റെ സമ്മാണ് n എന്ന് പറയുന്നത് എത്രയാണ്? 70. ഓക്കെ. നൗ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n/2 ഐറ്റം. അല്ലെങ്കിൽ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? n/2 ഐറ്റത്തിൻ്റെ സൈസ് കണ്ടുപിടിക്കണം. n ഈസ് ഈക്വൽ ടു 70 ആണ്. സോ 70/2 ഐറ്റം ഈക്വൽ ടു 35th ഐറ്റം. ഫസ്റ്റ് തന്നെ എന്താ കണ്ടിന്യൂസ് സീരീസിൽ കണ്ടുപിടിക്കേണ്ടത്? മീഡിയൻ ക്ലാസ്. സോ n/2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. n/2ൻ്റെ വാല്യൂ 35 എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ടേബിളിലേക്ക് നോക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 35 എന്നുള്ള വാല്യൂ ഏത് വാല്യൂയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഏത് വാല്യൂയിലാണ്? 35ന് തൊട്ട് ഗ്രേറ്റർ ആയിട്ട് വരുന്ന വാല്യൂ 43 അല്ലേ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ്സിനെയാണ് നമ്മൾ അവിടുത്തെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. 35 ഈസ് ഇൻക്ലൂഡഡ് ഇൻ 43. 35 എന്ന് പറയുന്നത് 43ക്കകത്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ 14.5 to 19.5. സോ മീഡിയൻ ക്ലാസ് ഈസ് 14.5.
ഇനി ഈ ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ മീഡിയൻ ക്ലാസ് 14.5 to 19.5 ആണ്. ഇനി ഇക്വേഷനിലെ കുറച്ച് ടേംസ് കണ്ടുപിടിക്കണം. എൽ എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ഏതാണ്? 14.5. ഇനി എന്നിന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 70 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി CF എന്നുള്ളത് cumulative frequency of the class just preceding the median class. മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്ലാസ്സിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് CF എന്നെടുക്കുന്നത്. സോ CFന്റെ വാല്യൂ 20. CF ഈസ് ഈക്വൽ ടു 20. ഇനി F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്സിന്റെ ഫ്രീക്വൻസി ഇവിടെ എത്രയാണ്? 23. സോ F ഈസ് ഈക്വൽ ടു 23. H means എന്താ? ക്ലാസ് ഇന്റർവൽ ഓഫ് ദ മീഡിയൻ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവൽ. ഇവിടുത്തെ ക്ലാസ് വിഡ്ത്ത് എത്രയാണ് വരുന്നത്? 5. സോ H ഈസ് ഈക്വൽ ടു 5, N ഈക്വൽ ടു 70, N/2 ഈക്വൽ ടു 35 ആൻഡ് L ഈസ് ഈക്വൽ ടു 14.5. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ L പ്ലസ് N/2 മൈനസ് CF/F ഇൻറ്റു H. Lന്റെ വാല്യൂ 14.5 പ്ലസ് 35 minus 20/23 into 5 which is equal to 14.5 plus 3.26 which is equal to 17.76. So median of this continuous series is 17.76. So median കണ്ടിന്യൂസ് സീരീസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഡിവിജ്വലും ഡിസ്ക്രീറ്റ് കേസിലും സൈസ് ഓഫ് n+1/2 ഐറ്റം ആണെങ്കിൽ കണ്ടിന്യൂസ് സീരീസിൽ n/2 ഐറ്റം ആണ്. ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും അസെൻഡിങ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഡേറ്റാസ് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. തന്നിരിക്കുന്ന ക്ലാസ് ഇന്റർവൽ ശ്രദ്ധിക്കുക. ഇൻക്ലൂസീവ് ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ n/2 ഐറ്റം കറസ്പോണ്ടിങ് അല്ലെങ്കിൽ n/2 ഐറ്റം ഏത് വാല്യൂവിലാണോ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ്സിനെ നമ്മൾ മീഡിയൻ ക്ലാസ് ആയിട്ട് സെലക്ട് ചെയ്യുക. മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആണ് അവിടുത്തെ L വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി ആണ് F. ഇവിടുത്തെ ക്ലാസ് വിഡ്ത്ത് ആണ് H. CF എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസ്സിൻ്റെ തൊട്ട് മുന്നിലുള്ള ക്ലാസ്, അതായത് ജസ്റ്റ് പ്രിസീഡിങ് ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് CF. ഇങ്ങനെയാണ് മീഡിയൻ കേസിൽ കണ്ടിന്യൂസ് സീരീസിൽ കണ്ടുപിടിക്കുന്നത്. സോ മീഡിയൻ്റെ 3 ഡിഫറെൻറ്റ് സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കുന്ന ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.